പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് LSSൻ്റെ മാത്സിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മക്കൾ കണ്ടിട്ടുണ്ടാവും. ആൻസർ കീ ഒക്കെ കിട്ടിയല്ലോ അല്ലേ? എത്ര മാർക്ക് കിട്ടി? നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടില്ല, അതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ? LSS ഒക്കെ കഴിഞ്ഞു, എൻ്റെ മക്കളൊക്കെ ഫ്രീ ആയില്ലേ? ഇനി നിങ്ങൾക്ക് ഈ വർഷം 4ാം ക്ലാസ് പഠിക്കണ്ട. അടുത്ത എക്സാമിനൊക്കെ സിമ്പിളായിട്ട് പോയി എഴുതാം. ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയാം? വെക്കേഷനിലൊക്കെ 5 ചോദ്യങ്ങൾ വെച്ചിട്ട് GK പഠിക്കണം. നമുക്ക് USSന് സിമ്പിളായി മാർക്ക് വാങ്ങാനാണ്. സയൻസ്, സോഷ്യൽ ഇതൊക്കെ GK ചോദ്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ 5 ചോദ്യങ്ങൾ ദിവസം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാവും വെക്കേഷനിൽ തരുന്നത്. അതുപോലെ നദികൾ, കായലുകൾ, അങ്ങനത്തെ വീഡിയോസൊക്കെ നൽകുക. ഓരോ ജില്ലകൾ നൽകുക. അതൊക്കെ മക്കളൊന്ന് പഠിക്കണം കേട്ടോ, വിശദമായിട്ട് നൽകുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 ചതുരങ്ങൾ ചേർത്ത് വെച്ച ആകൃതിയാണ് സുഗന്ധഗിരി LP സ്കൂളിലെ പൂന്തോട്ടം. പൂന്തോട്ടത്തിൻ്റെ അതിരുകളുടെ അളവുകൾ നൽകിയത് നോക്കൂ. പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? താഴെ 16 മീറ്ററാണ് നൽകിയിട്ടുള്ളത്, മുകളിൽ 8 നൽകിയിട്ടുണ്ട്. 8ൻ്റെ ബാക്കി എത്രയാണ്? 8. 8ഉം 8ഉം 16. അതുപോലെ വീതി 14 തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ വീതി 7 തന്നിട്ടുണ്ട്. 7 കൂടെ എത്ര കൂട്ടിയാലാണ് 14 കിട്ടുക? 7. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇതൊക്കെ കൂട്ടി എഴുതണം. ഇതുപോലെ ഇതൊക്കെ കൂട്ടി എഴുതുക കേട്ടോ. ആൻസർ 60. പൂന്തോട്ടത്തിൻ്റെ ചുറ്റിലും വേലി കെട്ടാനായി 1 മീറ്റർ അകലത്തിൽ കമ്പുകൾ നടണം. എത്ര കമ്പുകൾ വേണ്ടി വരും? ആൻസർ 60. ചുറ്റിലും വേലി കെട്ടാനുള്ള ചെലവ് മീറ്ററിന് 100 രൂപ എങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? 60 ഗുണിക്കണം 100, 6000. മൂവന്തിപ്പാടം LP സ്കൂൾ കുട്ടികൾക്കായി 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൻ്റെ ഓരോ ദിവസത്തെയും ചെലവുകൾ നോക്കൂ. 1-ാം ദിവസം 5695 രൂപ, 2-ാം ദിവസം 3467 രൂപ. അതിൽ ക്വസ്റ്റ്യന് ക്യാമ്പിനായി ആകെ എത്ര രൂപ ചിലവായി? മറ്റുള്ള ഈ 2 സംഖ്യകളും കൂടി കൂട്ടുക. എത്രയാണ് ആൻസർ കിട്ടിയത്? 9162. ക്യാമ്പിനായി പഞ്ചായത്ത് ഒരു കുട്ടിക്ക് 40 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകി. 102 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഈ ഇനത്തിൽ ആകെ എത്ര രൂപ ലഭിക്കും? 102 ഗുണിക്കണം 40, ആൻസർ 4080. സി. പഞ്ചായത്ത് നൽകിയ ധനസഹായം കൂടാതെ ക്യാമ്പിനായി സ്കൂൾ എത്ര രൂപ കൂടി ചെലവഴിച്ചു? ചെലവായ തുകയും പഞ്ചായത്തിൻ്റെ ധനസഹായവും കുറക്കുക. ആൻസർ 5082. അതിൽ ഡി ക്വസ്റ്റ്യന് ക്യാമ്പിലെ കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ 825 രൂപയുടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. 5 പേർ തുല്യമായി തുക എടുത്താണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരിൽ ഒരാൾ എത്ര രൂപ വീതം എടുത്തിട്ടുണ്ടാവും? 825 ഹരിക്കണം 5, ആൻസർ 165. ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? 6. 1, 3, 6, 10. ഈ സംഖ്യാ പാറ്റേണിലെ 10ാമത്തെ സംഖ്യ ഏത്? ആൻസർ 55. 17ാമത്തെ ക്വസ്റ്റ്യന് 8, 3, 6, 9 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെയും തുക എത്രയാണ്? തുകയാണ് ചോദിച്ചിട്ടുള്ളത്, വ്യത്യാസം എഴുതരുത്. 2 സംഖ്യകളും കൂട്ടുക, 13552. നെക്സ്റ്റ്, മംഗലാപുരത്ത് നിന്ന് 6:25 പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് 15:05 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. തീവണ്ടി യാത്രക്കെടുത്ത സമയം എത്ര? കണ്ടെത്തുന്നുള്ളത് വിശദമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നൽകിയിട്ടുണ്ട്, മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആൻസർ എത്രയാണ്? 8 മണിക്കൂർ 40 മിനിറ്റ്. 30 ദിവസമുള്ള ഒരു മാസത്തിലെ 2ാം ശനിയാഴ്ച 8ാം തീയതി ആണെങ്കിൽ ആ മാസത്തിൽ എത്ര ശനിയാഴ്ചകൾ ഉണ്ടാകും? 5 ശനിയാഴ്ചകൾ ഉണ്ടാകും. 30 ദിവസമുള്ള മാസങ്ങളിൽ 1, 2 തീയതികൾ 5 ദിവസം ഉണ്ടായിരിക്കും. വിശദമായിട്ട് കലണ്ടറിൻ്റെ ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാർക്ക് കളയരുത്, മക്കളത് പോയി കാണണം. ഓരോ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 121 ഒന്നുകളും 24 നൂറുകളും 189 പത്തുകളും 4 ആയിരങ്ങളും ചേർന്ന സംഖ്യ ഏത്? 8411. 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക 169 ആണ് എങ്കിൽ 3 മുതൽ 27 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ആൻസർ 195. 396 മാമ്പഴങ്ങൾ 3 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര മാമ്പഴങ്ങൾ ലഭിക്കും? 196 ഹരിക്കണം 9, ആൻസർ 44.
ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. 1/4, 1/3, 1/2, 3/4. രാജു ദിവസവും 6000 മീറ്റർ ദൂരം നടക്കാറുണ്ട് എങ്കിൽ ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ അയാൾ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും? ആൻസർ എങ്ങനെ കണ്ടെത്തും? 6000 ഗുണിക്കണം 7. അപ്പോൾ എത്ര കിട്ടും? 42,000. ആൻസർ 42 കിലോമീറ്റർ. എങ്ങനെയാണ്? 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. ഓക്കെ മക്കളെ, എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ എല്ലാ വിഷയങ്ങളും കുട്ടികൾ ആൻസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ 48ൻ്റെ മുകളിൽ കിട്ടിയവർ, 65ൻ്റെ മുകളിൽ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.